വെൻ ഇറ്റ്സ് കംസ് ടു ആസ് എ കൺസൾട്ടിങ് പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഇതെങ്ങനെ ഒരു ലാർജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ, ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഈ ഫാമിലി ബിസിനസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കലാണ് ഏറ്റവും പ്രധാനം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹാവിങ് എ പ്രോബ്ലം വിത്ത് എൻ എംപ്ലോയി. ഇപ്പോൾ ഒരു എംപ്ലോയിനായിട്ട് നമുക്കൊരു പ്രശ്നമുണ്ട്, ഒരു വെൻഡറിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിലേഷൻഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ആളായിട്ട് തുടങ്ങാം. യു കനോട്ട് ക്യാൻസൽ എ ഫാമിലി മെമ്പർ. പരമാവധി ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ എത്തിക്കാൻ പാടില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പരിഹരിക്കാൻ നോക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങളെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അതിനുള്ള പ്രൊവിഷൻസ് കണ്ടെത്തലാണ്. ഇവിടെയാണ് പല ആൾക്കാരും പരാജയപ്പെടലും. കാരണം പല ആൾക്കാർക്കും പല ധാരണകളായിരിക്കും. നല്ല സ്നേഹമുള്ള കുടുംബമല്ലേ, നല്ല റിലേഷൻഷിപ്പ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് ഞാൻ അതിലൊന്നും പ്രശ്നം ഉണ്ടാക്കേണ്ട, ചിലപ്പോൾ ഞാനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൾക്കാരങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുക എന്നൊക്കെയുള്ള പല ഇൻഹിബിഷൻസ് ആയിരിക്കും ആൾക്കാർക്ക് ഉണ്ടാവില്ല. ബട്ട് ദി തിങ് ഈസ് ദാറ്റ് ഈ പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തൊന്നല്ല വരില്ല.